ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും പെരുന്നാളൊക്കെ നന്നായിട്ട് ആഘോഷിച്ചെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും എൻ്റെ വൈകിപ്പോയ പെരുന്നാൾ ആശംസകൾ. ഇത് ഞങ്ങൾക്ക് ഇതുപോലെ ഭക്ഷണം കൊണ്ടുതരും കേട്ടോ. പള്ളിയിൽ നിന്ന് എല്ലാ വീടുകളിലേക്കും ഭക്ഷണം സ്കൂട്ടറിൽ ഓരോ വീടുകളിലേക്ക് അവർ കൊണ്ടെത്തിച്ച് തരും. അപ്പോൾ ഞങ്ങൾക്കും നെയ്ച്ചോറും അതുപോലെ കറിയും ചിക്കനും സർലാസും അച്ചാറൊക്കെയാണ് കേട്ടോ. സർലാസ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അവിടെ എന്താണെന്ന് എനിക്കറിയില്ല. ഞങ്ങൾ ഇങ്ങനെ സബോളെല്ലാം ഇട്ട് തൈരിൽ കലക്കി തരുന്നതിനെയാണ് സർലാസ് എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ നാടൻ കുഞ്ഞൻ കേട്ടോ, ദാഷുകുഞ്ഞൻ അവിടെ കാണാനില്ല. അപ്പോൾ അവൻ എന്തെന്ന് നോക്കിയപ്പോൾ അവൻ അവിടെ ചെന്ന് എന്തോ മണപ്പിച്ചിട്ട് ഓടി വന്നതാണ് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ മുങ്ങുമ്പോൾ 2-3 പ്രാവശ്യം ഡാഷുകുഞ്ഞൻ അങ്ങനെ ഇവരുടെ ഒപ്പം പോകാറില്ലായിരുന്നു. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ പോയി കടിയൊക്കെ കിട്ടി 2 ദിവസം ഭക്ഷണമൊക്കെ കഴിക്കാതെ വല്ലാത്ത ബുദ്ധിമുട്ടിലായിരുന്നു. ഞാൻ ചെന്നിട്ടും അവൻ ഭക്ഷണമൊന്നും കഴിച്ചേർന്നില്ല. പിന്നെ ഏറ്റവും ഒരു സങ്കടകരമായൊരു വാർത്ത എന്ന് പറഞ്ഞാൽ ഇവർക്ക് അവിടെ ഒരു ഹോട്ടലുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആ ഹോട്ടലിൽ ഇവർക്കുള്ള ഡോഗ് ഫുഡ് ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. കൂടാതെ ഞാൻ ഒരു നേരം കൊണ്ടെത്തിക്കും. ആ കടയിൽ നിന്ന് അയക്കുക അവർക്ക് ഭക്ഷണം കൊടുക്കാറുണ്ടായിരുന്നു. പക്ഷേ ആ കട ഇപ്പോൾ നിർത്തുകയാണ്. അപ്പോൾ അതുകൊണ്ടൊരു വല്ലാത്തൊരു സങ്കടമാണ് കേട്ടോ. അപ്പോൾ ഇവർ ഈ പരിസരത്തൊക്കെയാണ് കഴിഞ്ഞു കൂടിയായിരുന്നത്. ഈ ഹോട്ടൽ വലിയൊരു ഹോട്ടലാണ്, പൂട്ടിയിട്ടേക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഈ ഡാഷുകുഞ്ഞൻ ഇപ്പോൾ എന്തോ കുറച്ച് ദിവസമായിട്ട് അവിടെ ഒന്ന് കിടക്കുന്നുണ്ട്. പിന്നെ രാത്രി അവിടെ ഇതിൻ്റെ കുറച്ച് അങ്ങോട്ട് മാറി വേറൊരു പരിസരത്ത് ഒരു ഓട്ടോ ചേട്ടൻ ഫുഡൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇവരുടെ കാര്യം സൂചിപ്പിച്ചിട്ടുണ്ട്. ആ ചേട്ടൻ രാത്രി 10 മണിക്കൊക്കെയാണ് ഭക്ഷണം കൊടുക്കുന്നത്, ആളുകളുടെ പ്രശ്നം കാരണം. അപ്പോൾ ഇവരുടെ കാര്യം പറഞ്ഞ് ഫോട്ടോ ഒക്കെ കൊടുത്തിട്ടുണ്ട്. രാത്രിയെങ്കിലും ഇവർക്ക് ഒരു നേരത്തെ ആഹാരം കിട്ടുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ആഹാരം ഇവർ നിൽക്കുന്ന സ്ഥലത്ത് ആഹാരം കൊടുക്കാനായിട്ട് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് വല്ലാത്തൊരു വിഷമത്തിലൊക്കെയാണ്. അപ്പം നമ്മൾ വേറൊരു സ്ഥലത്ത് തൊട്ടപ്പുറത്ത് വേറൊരു കടയുണ്ട് സ്ക്രാപ്പിൻ്റെയൊക്കെ. അപ്പോൾ അവരോട് നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട്. പിന്നെ അത് ആ ചോറ് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഡോഗ് ഫുഡ് ഞാൻ ആദ്യം ഒന്ന് കൊടുത്തതാണ് കേട്ടോ. ചിലപ്പോൾ ഒരു ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിൽ കഴിക്കാറില്ല. പക്ഷേ ഇന്ന് എന്തോ 2 പേരും ആർത്തിയോടുകൂടി എല്ലാം കഴിക്കുന്നുണ്ട് കേട്ടോ. ചോറും കൊടുത്തു. ചോറിൽ നമ്മൾ ഗ്രേവി ചേർത്തിട്ടുണ്ട് കേട്ടോ കൊടുക്കുന്നത്, സ്മാർട്ട് ഹാർട്ടിൻ്റെ ഗ്രേവി. അത് അതിന് കളറ് ബ്രൗൺ കളറാണെങ്കിലും ചോറിലിടുമ്പോൾ അങ്ങനെ കളറ് കാണുന്നില്ല. പലരും വിചാരിക്കും വെള്ളച്ചാറുമാണെന്ന്. ഒരു വെള്ളച്ചോറൊന്നും അങ്ങനെ കഴിക്കില്ല കേട്ടോ. എല്ലാം സ്വാദിഷ്ടമായ, പ്രത്യേകിച്ചും ഡാഷുകുഞ്ഞൻ നല്ല രീതിയിൽ ഭക്ഷണം കഴിച്ച് ശീലിച്ച ഒരാളായതുകൊണ്ട് അങ്ങനത്തെ ഇതൊന്നും അവൻ കഴിക്കത്തില്ല. അപ്പം നമുക്ക് ഇവർക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ട് തൊട്ടപ്പുറത്തൊരു ചെറിയ സ്ക്രാപ്പറിൻ്റെ അതുപോലെ ആക്രി സാധനങ്ങളുടെ ഒരു കട ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അവിടെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അവിടെ ഉണ്ട്. അപ്പോൾ അവരോട് ഞാൻ പറഞ്ഞപ്പോൾ അവർ അതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുത്താളാൻ പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് ഏറ്റവും ഒരു ആശ്വാസം. കാരണം അത്രയ്ക്ക് അവിടെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അത് വല്ലാത്തൊരു ടെൻഷനിലൊക്കെ ആയിരുന്നു ഞാൻ. പിന്നെ നമ്മുടെ കറുത്ത സുന്ദരിയും കൂട്ടരൊക്കെയാണ് കേട്ടോ. ഇത് ഇപ്പോൾ ഇവരുടെ കാര്യത്തിൽ നമുക്ക് വന്ധീകരിക്കാനൊന്നും പറ്റിയില്ല. കറുത്ത സുന്ദരി നല്ല മിടുക്കത്തിയായിട്ടോ, അവളുടെ രോമമൊക്കെ നല്ല മിടുക്കത്തിയായിരിക്കുന്നു. അപ്പം ഇവർക്കൊന്ന് വന്ധീകരിക്കുന്നുണ്ടായി. നമ്മൾ വിചാരിച്ച സമയത്ത് ഈ കുഞ്ഞുങ്ങളുടെ കാര്യം ചെയ്തു കൊടുക്കാൻ എനിക്ക് പറ്റിയില്ല. അപ്പോൾ അവർ വീണ്ടും പ്രഗ്നൻ്റ് ആവാനുള്ള ഒരു ഇതിലേക്കൊക്കെ ഒരുങ്ങിക്കഴിഞ്ഞു. പിന്നെ അതെല്ലാം കഴിഞ്ഞതാണ് നമ്മുടെ കുഞ്ഞിൻ്റെ കാര്യം ആലോചിക്കുമ്പോൾ പെട്ടെന്ന് അവൾക്ക് റിക്കവർ ആയതാണ്. പിന്നെ അതിന് ശേഷം ഭയങ്കര കൂടി സ്റ്റേജിലേക്ക് പോകുമായിരുന്നു. എനിക്ക് എന്താണെന്നറിയില്ല. പിന്നീട് നമ്മൾ ഡോക്ടറെല്ലാം സമീപിച്ചപ്പോഴാണ് അവൾക്ക് കൊടുക്കുന്ന മെഡിസിൻ്റെ എല്ലാം ഉണ്ട്. അപ്പോൾ നമ്മൾ സ്കിന്നിൻ്റെ അല്ലെങ്കിൽ ഇൻഫെക്ഷൻ കൂടിയിട്ടുണ്ടാവും ബ്ലഡിൽ, അങ്ങനെയൊക്കെയാണ് കരുതിയത്. പക്ഷേ അവർ പറഞ്ഞു അവർക്ക് കൊടുക്കുന്ന മരുന്നിൽ അതിൻ്റെ പ്യൂരിഫിക്കേഷനും എല്ലാം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം പിന്നെ പപ്പി ആയതുകൊണ്ടും പിന്നെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവൾക്ക് ഞാൻ ഫീഡ് ചെയ്തുകൊണ്ടിരുന്ന അവസാന സ്റ്റേജിലാണ്. ഞാനൊരു 5-6 ദിവസം ഭക്ഷണം കൊടുത്ത അവസാന സ്റ്റേജിലാണ് എനിക്ക് മനസ്സിലായത് ഡിസ്റ്റംബർ ആണെന്നുള്ളത്. അപ്പോൾ ഇത് മുറിവുണ്ടായിരുന്നു കേട്ടോ. ആ മുറിവാണ് ഞാൻ ഇപ്പോൾ കാണിച്ചു തന്നത്. നമ്മൾ മരുന്നെല്ലാം ഇട്ട് കൊടുത്ത് മെഡിസിൻ അതിന് വേറെ കൊടുത്ത് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതിന് ഈച്ചയൊക്കെ വന്നിരുന്നു. അത് പെട്ടെന്ന് എനിക്ക് ഹോളായതുകൊണ്ട് പെട്ടെന്ന് കണ്ടെത്താൻ പറ്റിയില്ലായിരുന്നു. പിന്നീടാണ് അത് വലിയൊരു ഹോളുണ്ടായിരുന്നു മനസ്സിലായത്. ഇപ്പോൾ അത് തീർത്തും മോശം കണ്ടീഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന കാരണം വല്ലാത്തൊരു നിരാശയൊക്കെ എനിക്കുണ്ടായി. കാരണം ഇവൾക്ക് നമ്മളൊരു കുപ്പി ഒരു 7 കുപ്പിയാണ് മരുന്നോളം നമുക്ക് ഏകദേശം കഴിയാറായി. ഒരാഴ്ചയോളം നമ്മൾ കൊടുത്തു. ഇവിടെ കൂടെയുള്ളവർക്കും കൊടുക്കുന്നുണ്ട്. പക്ഷേ കുഞ്ഞ് വീണ്ടും ഒരു പഴയ സ്റ്റേജിലേക്ക് പോയി. ഇത് ഇവൾക്ക് ആഹാരം കൊടുക്കുമ്പോൾ അതിൻ്റെ മുകളിൽ വന്നിരിക്കുന്നുണ്ട്. അവനും ഒരു പങ്ക് കൊടുക്കാറുണ്ട് അപ്പുറത്ത്. പിന്നെ വേറെ കുഞ്ഞുങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് താഴെയുണ്ട് കുഞ്ഞുങ്ങളപ്പം നമ്മൾ ഇവർക്ക് ഭക്ഷണം കൊടുത്തിട്ട് ആ മരുന്നിന് അവർക്കും കൊടുക്കുന്നുണ്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ട്. രണ്ടാമത് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. പലരും സഹായിച്ചിട്ടോ മരുന്ന് വാങ്ങിക്കാനായിട്ട്. എല്ലാവർക്കും ഒത്തിരി നന്ദി കേട്ടോ. മരുന്ന് വാങ്ങിക്കാൻ സഹായിച്ച എല്ലാവർക്കും നന്ദി. കാരണം 1500 രൂപയാണ് ഹോമിയോ മെഡിസിൻ. പിന്നെ പലരും മരുന്നിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ച് വിളിച്ചു. കണ്ടത് ഒരു പഴയൊരു ബിൽഡിംഗ് അവിടെ ഉണ്ട്. അതിൻ്റെ മുകൾ ഭാഗമാണ് കേട്ടോ. അവിടെ കയറി കിടക്കുകയാണ്. വലിയൊരു പറമ്പാണ്. അപ്പോൾ അവിടെ ഒരു മില്ലൊക്കെ ഉണ്ടായിരുന്നതാണ്. അതെല്ലാം അപ്പോൾ നിർത്തിപ്പോയി. അപ്പോൾ അത് സെക്യൂരിറ്റിക്കാരൻ അവിടെ ഉണ്ട് നോക്കാനായിട്ട്. പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ പെറ്റ് ഷോപ്പിൽ വന്നതാണ് അവർക്ക് ഫുഡ് വാങ്ങിക്കാൻ. അപ്പോൾ അതാ നമ്മുടെ മീട്ടു അവിടെ നോക്കി നിൽക്കുന്നുണ്ട്. മീട്ടുവിനും ആഹാരം കൊടുത്ത്. മീട്ടു ഭയങ്കര ക്ഷീണമായിരുന്നു. ഇപ്പം എല്ലൊക്കെ പുറത്തു വന്നിരിക്കുകയായിരുന്നു കേട്ടോ. കനത്ത മഴയാണ് ഇവിടെ. ഇപ്പോൾ പുറത്തിറങ്ങാൻ പറ്റാതെ ഭയങ്കര ക്ഷീണമായിരുന്നു. ഇപ്പോൾ ഞാൻ ഭക്ഷണമൊക്കെ കൊടുത്ത് നല്ല മിടുക്കനായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ നല്ലപോലെ ഡോഗ് ഫുഡ് കാണാതെ കൊണ്ട് കൊടുക്കുന്നുണ്ട്. നമ്മളൊരു പേപ്പറിൽ പൊതിഞ്ഞിട്ട് അവനൊരു മറയിലേക്ക് വിളിച്ചുകൊണ്ട് അവിടെ വെച്ച് കൊടുക്കും. പിന്നെ ചെവി കേൾക്കാത്തത് കൊണ്ട് വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ അവൻ കുറേ നാളുകളായി ഉപേക്ഷിക്കപ്പെട്ടൊരു ഡോഗാണ് നമ്മുടെ മീട്ടും.
അപ്പോൾ ഞാൻ ആ കടയുടെ ബാക്കിൽ കൊണ്ടുപോയി കൊടുക്കുന്നതാണ് കേട്ടോ. പിന്നെ ഈ ഡോഗ് ഞാൻ അവിടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഓടിപ്പോകണം. അപ്പോൾ എന്താ ഇവനിങ്ങനെ സന്തോഷിച്ച് ഉല്ലസിച്ച് ഓടിപ്പോകണമെന്ന് മനസ്സിലായിപ്പോഴാണ്. അവനവിടെ ആരോ ലോട്ടറി കച്ചവടം നടത്തുന്നൊരു ചേച്ചിയുണ്ട്. അപ്പോൾ ആ ചേച്ചി കട പൂട്ടി പോയപ്പോൾ എൻ്റെ പിന്നാലെ പോയതാണ്. പിന്നെ വേറെ കുഞ്ഞുങ്ങൾക്കും കൂടി മെഡിസിൻ കൊടുക്കുന്നതുകൊണ്ട് ഞാൻ മെഡിസിൻ അവിടെ ഏൽപ്പിച്ച് പോന്നിരിക്കുകയാണ്. പലരും ഫോട്ടോ ഇടാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഒരു 5-6 ദിവസമായിട്ട് മെഡിസിൻ എൻ്റെ കയ്യിലില്ല, അതുകൊണ്ടാണ് ഫോട്ടോ ഇടാത്തത്. എല്ലാവരും ക്ഷമിക്കുക, സഹകരിക്കുക കുഞ്ഞുങ്ങൾക്ക്.